വെൽക്കം ടു സ്റ്റോറി സ്റ്റോക്സ് ഓഫ് ഷാരി. ഞാൻ ഷാരിക. ഇന്നൊരു കഥയാണ് കേട്ടോ. അതിഥി. അഞ്ജന 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ഏറെ കാലത്തിന് ശേഷമാണ് അവളുടെ തറവാട്ടിലേക്ക് വരുന്നത്. ആകെ ഒറ്റപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു പഴയ വീടായിരുന്നു അത്. അവളും അമ്മയും മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത്. അവിടെ വന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ ശാന്തമായി തന്നെ മുന്നോട്ട് പോയി. പതിയെ പതിയെ ചില മാറ്റങ്ങൾ അഞ്ജനയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പോകെ പോകെ അഞ്ജനയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി. രാത്രിയായാൽ മുകളിൽ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം അവൾ ദിവസവും കേൾക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വലിയ കാര്യമാക്കിയില്ലെങ്കിലും പോകെ പോകെ അത് ഉറച്ച ശബ്ദമായി വന്നു. അവൾ രണ്ടും കൽപ്പിച്ച് അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, മോൾക്കത് വെറുതെ തോന്നുന്നതാവാം. പക്ഷെ ഒരു ദിവസം രാത്രി കനത്ത നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം കേട്ടു. ടക് ടക്. അവൾ ചോദിച്ചു, ആരാ? അമ്മയാണോ? അപ്പുറത്തു നിന്ന് മറുപടിയൊന്നും വന്നില്ല. അവൾ ജനാല മെല്ലെ തുറന്നു നോക്കി. ദൂരെ കാണുന്ന മാവിന്റെ ചുവട്ടിലായി ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നു. അവൾ ഭയപ്പെട്ട് വേഗം ജനാലകൾ അടച്ചു. പിറ്റേന്ന് അവൾ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അതിന്നലെ കാറ്റും മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് മോൾക്ക് തോന്നിയതാവാം എന്നാണ് അമ്മയുടെ മറുപടി. പക്ഷെ പിറ്റേന്നാൾ നല്ല ചൂടുള്ള ദിവസമായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞ ശേഷം മുറി ആകെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായില്ല. അഞ്ജന ചുറ്റും നോക്കി. അതാ തൊട്ടടുത്തായി ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവളുടെ കയ്യിൽ ഒരു കാട്ടുപൂവുണ്ടായിരുന്നു. അവൾ അത് അഞ്ജനയ്ക്ക് നേരെ നീട്ടി. അഞ്ജന ആകെ പേടിച്ചു വിറച്ച്. ആ കുട്ടി അവളോടായി പറഞ്ഞു, നമ്മൾ പണ്ട് ഒരുമിച്ച് കളിച്ചതല്ലേ, നീ മറന്നുപോയോ? അഞ്ജന തൊട്ടടുത്ത നിമിഷം തന്നെ ഉറക്കെ നിലവിളിച്ചു. ശബ്ദം കേട്ട് അമ്മ മുറിയിലേക്ക് ഓടിയെത്തി. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അവൾ അമ്മയോട് വിശദീകരിച്ചു. അമ്മ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. അഞ്ജന മെല്ലെ ജനലിന്റെ അടുത്തേക്ക് ചൂണ്ടിക്കാട്ടി. ദാ നോക്കൂ അമ്മേ, അവിടെ കരിയിലകൾ. പിന്നെതാ അവളുടെ കാൽപ്പാടുകളും അവിടെ കാണുന്നുണ്ടല്ലോ. ഇനി അമ്മക്ക് എന്നെ വിശ്വസിക്കാമോ? അവൾ അമ്മയോടായി ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അവൾ നിന്റെ ഇരട്ട സഹോദരിയാണ്. വർഷങ്ങൾക്ക് മുന്നേ ആ പൊട്ടക്കിണറ്റിൽ വീണിട്ടാണ് അവൾ മരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം വിട്ട് ദൂരേക്ക് പോയത്. ഒരുപാട് പേർ എൻ്റെ മകളെ കണ്ടതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. മോളെ, നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് പോവാം. അഞ്ജന പറഞ്ഞു, വേണ്ടമ്മേ, എൻ്റെ അനുജത്തിയല്ലേ, ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. അവൾ എന്നെ ഒന്നും ചെയ്യില്ല. അതായിരുന്നു അഞ്ജനയുടെയും അമ്മയുടെയും ആ വീട്ടിലെ കുഞ്ഞതിഥി. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന വിശ്വാസത്തോടെ. See you.